യെസ്, മേജർ രവി ചേരുന്നു. മേജർ രവി, ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്നിരിക്കുന്നു, ആളപായം ഉണ്ട്. ഇപ്പോൾ 10 പേർ മരണപ്പെട്ടു എന്ന വാർത്ത പുറത്ത് വരുന്നു. മാത്രമല്ല 6 പേരുടെ നില ഗുരുതരമാണ് എന്നറിയുന്നു. ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ചു എന്നും സൂചനകൾ ഉണ്ട്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ, സ്ഫോടനത്തെ? അവിടുന്ന് കണ്ടിട്ടുള്ള വിഷ്വൽസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അനിൽ, അത് ഒരു ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഇത് 2-3 വണ്ടികൾ ഒരുമിച്ച് നിർത്തി റിമോട്ട്ലി കൺട്രോൾഡായിട്ടുള്ള ഒരു സ്ഫോടനമാണ് അവർ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഭീകരമായിട്ടുള്ള ഫയറും അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഇത് ഭീകരാക്രമണമെന്നുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്ന വരയ്ക്കും നമുക്ക് അതിനെക്കുറിച്ച് ഷുവർ അല്ലെങ്കിലും ഇതൊരു ഭീകരാക്രമണമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇത്രയും വലിയൊരു സ്ഫോടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വെൽ പ്ലാൻഡ് പാകിസ്ഥാനി ഹാൻഡാണ് അതിന്റെ പറയില്ല. പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ എനിക്ക് ഇപ്പോഴും വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചാന്ദിനി ചൗക്ക് ഏരിയയിൽ ഞാൻ ആദ്യം വിചാരിച്ച കരോൾ ബാഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ചാന്ദിനി ചൗക്ക് കറക്റ്റ് ആ റെഡ് ഫോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഇത്രയും ജമാ മസ്ജിദും ഇതൊക്കെ ഉള്ള സ്ഥലമാണത്. അവിടെ ഇങ്ങനൊരു ഭീകരാക്രമണം പാകിസ്ഥാൻ സ്പോൺസേർഡ് ആണെങ്കിൽ എന്തുകൊണ്ട് ഈ ഏരിയയിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണത്. അപ്പൊ അവിടെ അല്ല, പിന്നെ ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാൻകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിം എന്നോ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഏരിയ, മുസ്ലിംസിന്റെ ഏരിയ എന്നൊന്നും ഇല്ല. അവൻ ഇവിടെ വന്നിട്ട് ഒരു ബോംബിട്ടു, തകർത്തു പോയി, അതിൽ മുസ്ലിംസ് മരിച്ചാലും അവൻ ഹാപ്പിയാണ്. കാരണം നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇത് ഇന്ത്യൻ മുസ്ലിംസ് അല്ലെങ്കിൽ പാകിസ്ഥാനീസ്. നോ, പാകിസ്ഥാനീസിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതൽക്കേ ഞാൻ പറയുന്നതാണ്, ഇന്ത്യൻ മുസ്ലിംസിനെ അവർ ഇന്ത്യക്കാരെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ചാന്ദിനി ചൗക്കിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ 10 പേര് അവിടെ ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കിട്ടിയ ഇൻഫർമേഷൻ ഒരു 8 പേര് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതൊരു പാകിസ്ഥാൻ സ്പോൺസേഡ്. ഇതിന്റെ കാരണം ഈ 2 ദിവസം ഈ ഒരു ദിവസങ്ങളിൽ നടക്കാൻ കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, തിരിച്ച് പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ അപ്പുറത്ത് പഴയ ആർമി ചീഫായിരുന്ന അലി വന്നിട്ട് ഇപ്പം ഭരണഘടനാ ഭേദഗതി നടത്തിക്കൊണ്ട് CDS ആയിട്ട് മാറിയിരിക്കുകയാണ്, കമ്പൈൻഡ് ഡിഫൻസ് സർവീസിന്റെ ഇൻചാർജ് ആയിട്ട്. ദാറ്റ് മീൻസ് ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 ഫോഴ്സിന്റെയും തലവനായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ അവിടെ. ആദ്യം ആർമിയുടെ മാത്രമായിരുന്നു. അപ്പൊ അതിരിക്കുന്ന സമയത്ത് ഇവൻ ഓൾറെഡി ഒരു എന്താ പറഞ്ഞ ഒന്ന് നാണം കെട്ടിട്ടിരിക്കുകയാണ്. മറ്റേ പേൽഗാമിന്റെ മുകളിൽ റിയാക്ഷന്റെ മുകളിൽ നമ്മുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. ഇവിടുത്തെ ചിലർക്കൊക്കെ വളരെ സന്തോഷത്തിൽ പറയും മോദിജി മുട്ടുകുത്തിയെന്നാണ്. നോ, ഇറ്റ് ഇസ് നോട്ട്. ഇത് ആക്ച്വൽ ഫാക്ട് ഇസ് ദാറ്റ് അലി മുട്ടുകുത്തിയിരുന്നു. അത് ഈവൻ അമേരിക്കയുടെ സപ്പോർട്ട് കിട്ടിയിട്ട് പോലും അലിക്ക് പഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അടക്കം അലീനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായി, അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇൻസൾട്ട് സഹിക്കാൻ വയ്യാതെയാണ് അത് കഴിഞ്ഞ വഴിക്ക് ഭരണഘടനാ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇപ്പൊ ആക്ച്വലി ആസ് ഗുഡ് ആസ് പ്രൈം മിനിസ്റ്ററുടെ പവറിലാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അപ്പം ആ ഇരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും ഇവിടെ ഇന്ത്യയിൽ കിടക്കുന്ന എത്രയോ സ്ലീപ്പിംഗ് സെൽസ്, പാകിസ്ഥാന്റെ ടെററിസ്റ്റുകളുടെ സ്ലീപ്പിംഗ് സെൽസ് ഇവിടെയുണ്ട്. അത് ഇവിടെയുണ്ട്, കാശ്മീരിലുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് ആവശ്യമുള്ളപ്പോൾ ഒരു ടെലിഫോൺ കോൾ എവിടെയാണ്. അപ്പൊ അവരുടെ അടുത്ത് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകള് ഇപ്പോഴും 3, 4, 5 കാറുകൾ അവിടെ കൊണ്ട് നിർത്തിക്കൊണ്ട് എക്സ്പ്ലോസീവ് ഇതൊരു റിമോട്ട് എക്സ്പ്ലോഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു പേൽഗാം അറ്റാക്കിന്റെ അതിന് തിരിച്ചടി കിട്ടിയതിന്റെ ഇൻസൾട്ടിനുള്ള ഒരു കുത്തിത്തിരിപ്പാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇയാൾക്ക് അറിയില്ല ഇപ്പം ദിസ് ഇസ് നോട്ട് ദ ഓൾഡ് ഇന്ത്യ, ദിസ് ഇസ് ഡിഫറെന്റ്. പണ്ടൊക്കെ അറ്റാക്ക് നടന്നിരുന്നെങ്കിൽ അതിന് റിട്ടാലിയേഷന് പല വിധത്തിലുള്ള സ്റ്റോപ്പേജുകളും ഉണ്ടായിരുന്നു. ചിലപ്പോൾ റിട്ടാലിയേഷൻ ഉണ്ടാവാറില്ല. ഇപ്പൊ ഏത് അറ്റാക്ക് നടന്നു കഴിഞ്ഞാലും ഉറി അറ്റാക്കിന് ശേഷം പിന്നീട് പേൽഗാം ആണെങ്കിലും ശരി, ബാലാക്കോട്ട്, എല്ലാ സ്ഥലങ്ങളിലും പെട്ടെന്ന് റിയാക്ഷൻ ചെയ്യുന്ന ഒരു കൺട്രിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഓഫൺ ആയിട്ട് വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന പഴയ അറ്റാക്കുകൾ നിന്നുകൊണ്ട് ഗ്യാപ്പ് വരുന്നത്. ഇപ്പൊ April 22 പേൽഗാമിൽ നടന്ന അറ്റാക്ക് നടന്നിരിക്കുന്നത്. ഇതിപ്പം November 9, ടുഡേ ഇസ് വാട്ട് 10th or something like that. November 10th. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട്, കാരണം ആ അടിയുടെ ആഘാതം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം അലിക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അയാൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അയാൾ പരമാധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത മൂവ്മെന്റ് ആണ് അയാൾ നടത്താൻ പോകുന്നത്. സോ ഹീസ് എ ഡേഞ്ചറസ് പേഴ്സൺ ദാൻ മുഷറഫ്.
ഇത്രയും വലിയ ഡേഞ്ചർ ആയിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഇയാൾക്കിപ്പോ ഈ അവിടുത്തെ പാകിസ്ഥാന്റെ ജനതയെ കുറിച്ച് ഒരു ചിന്തയില്ല. അവിടെ പബ്ലിക് ഈസ് സ്റ്റാർവിങ്. അവിടെ പട്ടിണി കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടുത്തെ പബ്ലിക്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും അയാൾക്ക് ചിന്തയില്ല. അയാൾക്ക് ഈ അധികാരത്തിന്റെ ഭ്രമം മത്ത് പിടിച്ചിരിക്കുകയാണ്. സോ അതിനിപ്പോ എന്തെങ്കിലും ചെയ്യും. ഇനിയും അടി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടും. ഇത് കൺഫേം ആയി കഴിഞ്ഞാൽ ഇതൊരു ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു അതിന്റെ സ്പോൺസർഡ് ആയെങ്കിൽ എഗെയിൻ പാകിസ്ഥാൻ ഈസ് ഗോയിങ് ടു ഗെറ്റ് ഹാമേർഡ്. അല്ല, സാധാരണ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും ഒരു സംഘടന ഏറ്റെടുക്കുമല്ലോ അല്ലേ? അതില്ലെങ്കിലും അനിൽ, ആ, ഇന്നത്തെ സ്ഥിതിക്ക് ചാന്ദിനി ചൗക്ക് പോലുള്ള ഒരു ഏരിയയിൽ ഇത്രയും CCTV ക്യാമറകൾ ഉള്ളിടത്ത് ഇപ്പൊ തന്നെ ഓൾറെഡി ഡൽഹി പോലീസും കംപ്ലീറ്റ് സെക്യൂരിറ്റി ഫോഴ്സസും ആക്റ്റീവ് ആയിട്ടുണ്ടായി. കംപ്ലീറ്റ് ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം ഈ CCTVയിൽ നിന്ന് ഇന്ന് രാത്രി തന്നെ ആരത് ചെയ്തിട്ടുണ്ടോ, എവിടേക്ക് പോയി എന്നുള്ളതെല്ലാം നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. കിട്ടിക്കഴിഞ്ഞ് ഏതെങ്കിലും ഒന്നിന് ജീവനോട് കിട്ടിയാൽ അറിയാം യെസ് ആരാണ് അതിന്റെ ഉത്തരവാദി. അവരെ പിടിച്ചിട്ടില്ലെങ്കിൽ പലരും പുറത്ത് സേഫ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർ അവിടുന്ന് ക്ലെയിം ചെയ്യും ഞങ്ങളാണ് ചെയ്തതുകൊണ്ട്. പക്ഷെ ആ ക്ലെയിം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് വെയിറ്റ് ഫോർ ഇറ്റ്. ശ്രീ മേജർ രവി, ഈ ചെങ്കോട്ട ഗേറ്റ് 1 സമീപമുള്ള ഗൗരീശങ്കർ ക്ഷേത്രത്തിന് സമീപമാണ് സ്ഫോടനം സംഭവിച്ചത് കേട്ടോ. അപ്പോൾ ഈ തീവ്രവാദികളാണെങ്കിൽ അവർക്ക് തെറ്റിയിട്ടില്ല. അവർ റൈറ്റ് സ്പോട്ടിൽ തന്നെയാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കാരണം അനിൽ, ഞാൻ ആ സ്ഥലം എക്സാക്ട്ലി എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഞാൻ പെട്ടെന്നാണ് ന്യൂസ് കണ്ടതും. അതുകൊണ്ടാണ് പറഞ്ഞത് ചാന്ദിനി ചൗക്കൊന്നും ബ്രോഡ്ലി പറയുകയാണെങ്കിൽ ദാറ്റ്സ് തിക്കലി പോപ്പുലേറ്റഡ് ബൈ ദ മുസ്ലിം ബിസിനസ്മാൻ. അപ്പൊ ഈ അമ്പലത്തിന്റെ അടുത്താണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അപ്പൊ നമുക്ക് ഈ തിരിച്ചങ്ങോട്ട് പാകിസ്ഥാൻ സൈഡിലോട്ട് അങ്ങും പോവാം. അപ്പൊ അവരുടേതായിട്ടുള്ള സ്പോൺസേഡ് ആയിരിക്കും. സോ ലെറ്റ്സ് ഓൾ വെയിറ്റ് ഫോർ ദിസ്. ആ ഒരു ബാലിസ്റ്റിക് ഇതിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും എന്താണ്, ഏതാണ്, എങ്ങനെയാണുള്ള എക്സ്പ്ലോഷൻ. അപ്പൊ നമുക്ക് ഏത് സംഘടനയാണെന്നുള്ളത് പോലും അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. യെസ്, വളരെ നന്ദി ശ്രീ മേജർ രവി പ്രതികരിച്ചതിന്.